ഹലോ, ഗുഡ് മോർണിംഗ്. കൂട്ടക്ഷരങ്ങൾ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹലോ പറയാം. ഞാൻ സിൽവി. കൂട്ടക്ഷരങ്ങളുടെ അവധിക്കാല ക്വിസിന്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരെയും കാണുന്നില്ല, ഒരാളുണ്ട്. ആരാണെന്ന് ഒരു ഹായ് പറയാമോ? No connection ഉണ്ടല്ലോ. ഒരു ഹായ് പറയൂ. എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല. രണ്ടുപേരുണ്ടെന്ന് കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഹായ് പറയാതെ ആരാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഹലോ, ഹായ് പവി. ആരും കാണുന്നില്ലല്ലോ. എല്ലാവരും ഉച്ചക്കത്തെ തിരക്കിലായിരിക്കും അല്ലെ? അവധിക്കാലവും കൂടി ആണല്ലോ, അതുകൊണ്ടായിരിക്കുക. ഹലോ, 4 പേരുണ്ട്. ആകെ പവി മാത്രമേ ഹായ് പറഞ്ഞല്ലോ. ഹലോ ഗായത്രി. പിന്നെ ആരാണ്? ഓക്കെ, ഗായത്രി കാവിൽ. ഗായത്രി. ഓക്കെ, കൃഷ്ണൻ മുല്ലപ്പള്ളി. ആൾക്കാർ വരുന്നുണ്ട്. ഹലോ, ഹായ് കൃഷ്ണൻ. നമുക്ക് സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 12:05 ആകുമ്പോഴേക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് ആരംഭിക്കാം അല്ലേ? ഓക്കെ, 12:02 ഞാൻ ഇന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് നമുക്ക് പരിചയമുള്ള കുറച്ച് പദ്യശകലങ്ങൾ ആണ്. അവയുടെ കർത്താവ് ആരാണ്? കൃതിയും കർത്താവും ആരാണത് എഴുതിയത്? ഹായ് സാജിദ. എങ്ങനെയുണ്ട് ചൂടൊക്കെ എല്ലാവർക്കും? ഇവിടെ അപാര ചൂടാണ്. നമ്മളെ വീടിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്ന കാരണം വലിയ പരിക്കുകളില്ലാതെ പോകുന്നു. അജിത് രാജ് ഹായ്. ഹലോ ഹലോ സിൽവി ചേച്ചി. ഹലോ അജിത് അണ്ണ. എന്നോട് വിശേഷം? നമുക്ക് അടിച്ചു പൊളിക്കണം അല്ലേ? കഴിഞ്ഞ ദിവസമൊക്കെ കിട്ടിയ ട്രോഫിയൊക്കെ എന്ത് ചെയ്തു? ഷാഫി മോൻ KPM. ഹലോ ഷാഫി. ഓക്കെ, നമുക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു 5 മിനിറ്റ്, ഇപ്പൊ 12:03 അല്ലേ? 12:05 ആകുമ്പോൾ തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻഫോർടൈൻമെന്റ് എന്ന് പറയാം അല്ലേ? ഫൺ ആൻഡ് ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു. എനിക്ക് പോയിന്റ്. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ ട്രംപ് കാർഡാണല്ലേ? നടക്കട്ടെ. ഓക്കെ ഓക്കെ. നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ച് പദ്യശകലങ്ങൾ, നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന പദ്യശകലങ്ങൾ. അത് ആരാണ് എഴുതിയത്, ഏതാണ് കൃതി എന്നുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഒരു ചോദ്യത്തിന്റെ അകത്ത് വരുന്നത്. ഓരോന്നിനും ഓരോ പോയിന്റ്സ് കാണും. അപ്പൊ നമുക്ക് ആവേശത്തോടെ കളി തുടങ്ങാം. എന്റെ പതിവ് ശൈലിയിൽ ഇതിന്റെ ഇടയ്ക്ക് ഓരോ കുസൃതി ചോദ്യങ്ങളും കാണും കേട്ടോ. ഷാഫി, ചൂടിന്റെ കാര്യം പറയണ്ട. ഭയങ്കരം. കോട്ടയത്ത് 39 ഡിഗ്രിയാണ് പറയുന്നത്. കോട്ടയം ജില്ലയില്. ഞാനൊന്നും പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ജോലി ചെയ്യുന്നവരെയൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോലി സമയമൊക്കെ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അത്ര പ്രാക്ടിക്കൽ അല്ല. 11 തൊട്ട് 3 വരെ ജോലിക്കാര് പണിയാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ
ഞാൻ എല്ലായിടത്തും ഷെയർ ചെയ്തിട്ട് വരാം പവി. ഓക്കെ, ചൂടിന്റെ കാര്യം പറയണ്ട ഷാഫി. ഓക്കെ, നമുക്കെന്നാ പതിയെ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? 12:05 അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് പ്രധാനമായും പദ്യശകലങ്ങളെ കുറിച്ചാണ്. ആരാണ് എഴുതിയത്, കൃതിയുടെ പേര്, ഇങ്ങനെ രണ്ട് ആൻസേഴ്സ് ആണ് ഒരു ക്വസ്റ്റ്യനിൽ ഉള്ളത്. ഓരോന്നിനും പോയിന്റ്സ് ഉള്ളതായിരിക്കും. ഇതിനിടയ്ക്ക് ഞാൻ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. ഹായ് സെലീന. ഓക്കെ, എന്നാൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. എഴുതിക്കോ. ആരാണ്, ഏതാണ് കൃതി? കൃതിയും വേണം കേട്ടോ. കൃതിക്ക് 1 മാർക്കും കർത്താവിന് 1 മാർക്കും. അപ്പം ആരാണ് ഇത് എഴുതിയത്, ഏതാണ് കൃതിയുടെ പേര്? നമുക്കറിയാതെ ചില്ല് എന്ന സിനിമയിലേതാണ്, പക്ഷേ ചില്ല് അല്ല കൃതിയുടെ പേര്. കൃതിയുടെ പേരും കൃത്യമായിട്ട് വേണം. ഓക്കെ, വെറുതെ ഇരിക്കുന്ന സമയം കൂടെ റീഅറേഞ്ച് ചെയ്യണം. അതെ 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 നമുക്കത് അടുത്ത മുഖ്യമന്ത്രി വരുമ്പോഴത്തേനും നമുക്ക് നിവേദനം കൊടുക്കാം കേട്ടോ. ONV കുറുപ്പ്. ഓക്കെ, ഹായ് ലിഷ. പവിത്ര ONV. ഓക്കെ, നീതു വി ആർ വാച്ചിങ്. ഹായ് നീതു. എനിക്ക് കൃതിയുടെ പേരും വേണം കേട്ടോ. ആരാണ് എഴുതിയതെന്ന് മാത്രം പോരാ, ആദ്യം പറയുന്ന 3 പേർക്കുണ്ട് മാർക്ക്. ഓക്കെ, സജിത KP. ഓക്കെ, ലിസി സിബി ONV. എല്ലാവരും ONV എന്ന് പറയുന്നുണ്ട്. കൃതിയുടെ പേരും കൂടെ വേണം. ഞാൻ പറഞ്ഞു ചില്ല എന്ന സിനിമയിലാണ് ഈ പാട്ട് വന്നിരിക്കുന്നത്, കവിത വന്നിരിക്കുന്നത്. പക്ഷെ അത് കൃതിയുടെ പേരല്ല. കൃതിയുടെ പേരും കൂടെ കൃത്യമായിട്ട് പറയണം. ഓക്കെ, ONV കറക്റ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അത്രയും ഹൃദയസ്ഥമായ ഒരു കവിതയാണ്. അത്രയും എന്താ പറയുന്ന, മനസ്സിന് അത്രയും ഇഷ്ടമുള്ള ഒരു കവിതയാണ്. അതറിയാത്ത മലയാളികൾ കാണുമല്ല. അപ്പൊ ഇതിന്റെ കൃതിയുടെ പേരും കൂടെ വേണം. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് 6 പോയിന്റ്സ് ആണ് ഇതിൽ നിന്ന് കിട്ടേണ്ടത്. 1 2 3 4 5 6 പോയിന്റ്സ് ആയിട്ടുണ്ട്. ONV സാർ കൃതി അറിയില്ല എന്ന് സജിത KP പറയുന്നു. അജിത് രാജ് മോഹം എന്ന് പറയുന്നു. ലിഷ ശ്രീധർ ONV മോഹം എന്ന് പറയുന്നു. ശ്രേയ ONV മോഹം എന്ന് പറയുന്നു. ഓക്കെ, ഉത്തരങ്ങൾ വരുന്നുണ്ട്. കൂടുതൽ പേർക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? വേറെന്തെങ്കിലും ഉത്തരമുണ്ടോ? മോഹം കറക്റ്റ് ആണോ? എന്റെ വിദ്യാലയം ONV സാർ. സജിത പറയുന്നു എന്റെ വിദ്യാലയം എന്ന്. ഓക്കെ, അങ്ങനെയൊരു കൃതി ഇല്ല എന്ന് അജിത്ത് പറയുന്നു. ചാലഞ്ച് ആണല്ലേ? ഓക്കെ, അജിത്ത് ചാലഞ്ച് ചെയ്യുന്നു അങ്ങനെ ഒരു കൃതി ഇല്ല എന്ന്. ഓക്കെ, ONV സാർ കൃതി അറിയില്ല എന്നുള്ളതിനാണോ? ഓക്കെ, അജിത്ത്. ലിസി സിബി എന്റെ വിദ്യാലയം എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഉത്തരം ഓക്കെ. അപ്പൊ സിൽവി ചേച്ചിക്ക് ഒരു മലയാളം അധ്യാപിക ലുക്ക്. അതെ 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 നമ്മൾ മലയാളം ചോദിക്കുമ്പം അതിൻ്റെതായ ഒരു ലുക്കൊക്കെ വേണ്ടേ? അതല്ലേ അതിന്റെ മേക്കപ്പിന്റെ ഒരു എന്താ പറയുന്നത്, മേക്കപ്പ് ഒക്കെ ഇത്ര ഇവോൾവ് ചെയ്തിരിക്കുന്ന ഈ സമയത്തെ അതൊക്കെ ഈസി പീസി. ഓക്കെ, അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ലോക്ക് ചെയ്യുകയാണ്. ഇതിന്റെ ആൻസേഴ്സ് 4 പേര് ചേർന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 പേർക്കായിട്ട് 6 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. സലീനയ്ക്ക് കൃതിക്കും ഉണ്ട് കർത്താവിനും ഉണ്ട് 2 പോയിന്റ്സ്. പവിത്രയ്ക്ക് ഇതിന്റെ ഓതറിന് മാത്രം 1 പോയിന്റ്. അജിത് രാജിന് 2 പേർക്ക് ഓരോ പോയിന്റ് ഉണ്ട്. അതായത് കൃതിക്കും കർത്താവിനും. മോഹം എന്നുള്ളതാണ് ONVയുടെ മോഹം എന്നുള്ള കൃതിയിലെ പാട്ടാണ്, അല്ല കവിതയാണ്. ഒരു വട്ടം കൂടിയൻ. ഓക്കെ, എന്റെ വിദ്യാലയം എന്നൊരു കവിതയുണ്ടോ, അല്ല കൃതിയുണ്ടോ എനിക്കറിയത്തില്ല കേട്ടോ. ഏതായാലും പിന്നെ അടുത്ത പോയിന്റ് കിട്ടിയിരിക്കുന്ന ലിഷ. അങ്ങനെ ആദ്യത്തെ ക്വസ്റ്റ്യന് 4 പേര്
സ്കോർ ചെയ്തിട്ടുണ്ട്. അത് തിങ്കളും താരങ്ങളുമല്ലേ? ഏതാ അത്? തിങ്കളും താരങ്ങളുമല്ലേ എന്റെ വിദ്യാലയം? ഓക്കെ ഓക്കെ ഓക്കെ, ആയിരിക്കണം. ഓക്കെ, നമുക്കെന്നാ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് വീണ്ടും ഞാനൊരു പദ്യം തന്നെ ചോദിക്കുകയാണ്. അതിനുശേഷമുള്ള ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യമായിരിക്കും. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. ആരാണ് ഇതെഴുതിയത്? ഏതാണ് കൃതി? കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. ഇതിന് ഉത്തരം പറയാത്തവർക്ക് അടിയുണ്ട് കേട്ടോ. ഓക്കെ, ഇതുവരെ ആരും ഉത്തരവൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ കണക്ഷൻ സ്ലോ ആയിട്ടാണോ അതോ ആരും കേൾക്കാഞ്ഞിട്ടാണോ? ഓക്കെ, കൃതിയും കർത്താവും ഒരുമിച്ച് പറയണേ. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും. കൃഷ്ണൻ മുല്ലപ്പള്ളി, ഗായത്രി, പവിത്ര ഒക്കെ പറയുന്നുണ്ട്. കൃതിയുടെ പേര് ഓക്കെ ഓക്കെ, ഉത്തരം വരുന്നുണ്ട്. എല്ലാരും പറയുന്നുണ്ട്. ജ്ഞാനപ്പാനയിൽ പൂന്താനം, സലീന സൈഫ്, പൂന്താനം ജ്ഞാനപ്പാന, എല്ലാരും പറയുന്നുണ്ട് കേട്ടോ. ഉത്തരം കറക്റ്റ് ആണ്. പൂന്താനം ജ്ഞാനപ്പാന. ഡിലേ അതെ 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 അതെ. എനിക്ക് ഉത്തരങ്ങളൊക്കെ കാണാൻ തന്നെ ഒത്തിരി നേരം എടുക്കുന്നു. എന്റെ കുഴപ്പമാണോ നിങ്ങളുടെ കുഴപ്പമാണോ? ഏതായാലും ഇതിന്റെ ആൻസേഴ്സ് നമുക്ക് 6 പോയിന്റ്സ് ആയി. പവിത്രയാണ് ആദ്യം പൂന്താനം എന്ന് പറഞ്ഞത്. പക്ഷെ പൂന്താനം ജ്ഞാനപ്പാന എന്ന് പറഞ്ഞ കൃഷ്ണൻ മുല്ലപ്പള്ളിയും ഗായത്രിയുമാണ്. അവർക്ക് രണ്ടുപേർക്കും 2 പോയിന്റ് വെച്ചുണ്ട്. പവിത്രയ്ക്ക് 1 പോയിന്റ്. പിന്നെ അതിനുശേഷം പൂന്താനം എന്ന് പറഞ്ഞത് അജിത് രാജാണ്. അങ്ങനെ 6 പോയിന്റ്സ് ആയി. ഓക്കെ, മിനിയൻ കുറുപ്പ്, പൂന്താനം ജ്ഞാനപ്പാന, അജിത് രാജ് ഡിലേ. അതെ, ഭയങ്കര ഡിലേ ആണ്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. എന്റെ കണക്ഷന്റെ ആണോ? ഓക്കെ, ഏതായാലും അങ്ങനെ 2 പോയിന്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്കോർ ബോർഡിൽ കയറി പറ്റിയിരിക്കുന്നത് സലീന, പവിത്ര, അജിത് രാജ്, ലിഷ, കൃഷ്ണൻ മുല്ലപ്പള്ളി, ഗായത്രി എന്നിവരാണ് കേട്ടോ. ബാക്കി ഒത്തിരി പേര് ഉത്തരങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ആദ്യം വന്ന 3 പേര് ഇത്രയും പേരാണ്. ഗായത്രി, കാവിൽ. ഓക്കെ, എന്നാൽ നമുക്കിനി അടുത്ത ഒരു കുസൃതി ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, അടുത്ത കുസൃതി ചോദ്യം. അലക്കും കുളിയും നനയും കൂടുതലുള്ള സ്ഥലം, കൂടുതലുണ്ടെന്ന് പറയപ്പെടുന്ന സ്ഥലം. അലക്കും ലിസി സിബി, പൂന്താനമാണോ? അതെ, പൂന്താനമാണ്. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയാണ് അത്. മിക്കവാറും ഒക്കെ ഞാനൊരു ക്രിസ്ത്യനാണ്. അപ്പൊ ഈ ഹിന്ദുക്കളുടെ ഒക്കെ അടക്കിനൊക്കെ പോകുമ്പോൾ ഇവർ പാടുന്നതൊക്കെ കേൾക്കാം. റാണി എലിസബത്ത് ജോസഫ്. ഓക്കെ, അങ്ങനെയാണ് എനിക്കിത് ഇത്രയും പരിചയം. പിന്നെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ എന്റെ ക്വസ്റ്റ്യൻ, അലക്കും കുളിയും നനയും കൂടുതലുണ്ടെന്ന് പറയപ്പെടുന്ന പ്രദേശം. അല്ല, അത് ആ പേരിൽ വേണം. ആ പേര് കൊണ്ട് ഇതാണ് അത് പറയുന്നത്. ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഇത് തോന്നും, ഓ ഭയങ്കര അലക്കും കുളിയും നനയും ഒക്കെ ആണല്ലോ അവിടെ എന്ന്. കുളിക്കടവ് എന്ന് അജിത് രാജ്, പിന്നെ അജിത് രാജ് വീണ്ടും അടുത്ത ഒരു ഉത്തരവായിട്ട് വന്നിട്ടുണ്ട്. വേറെ ആർക്കും ഉത്തരങ്ങളില്ല? ട്രൈ ചെയ്യൂ. അലക്കും കുളിയും നനയും ഇവിടെ കൂടുതലാണ് കേട്ടോ എന്ന് പറയുന്ന ഒരു സ്ഥലപ്പേര്. ആർക്കും അറിയില്ല? അലക്കും കുളിയും നനയും കൂടുതലുണ്ട് എന്ന് പേരിലൂടെ പറയുന്ന സ്ഥലം. ഓക്കെ, സലീന സൈബ്, കുളിക്കടവ് അല്ല, ഒരു സ്ഥലപ്പേരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഒരു സ്ഥലപ്പേര്. അജിത് രാജ്, പൂന്താനം ജ്ഞാനപ്പാന, ശ്രേയ അത് ഒത്തിരി താമസിച്ചാണല്ലോ ഉത്തരം വന്നത്. സജിത കുളിക്കടവ് എന്ന് പറയുന്നു. ഒരു സ്ഥലപ്പേരാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ, ഒരു സ്ഥലപ്പേര്.
അലക്കും കുളിയും നനയും കൂടുതലുള്ള ഒരു സ്ഥലം. അതിന്റെ പേരിലുണ്ട് ഒരു സ്ഥലപ്പേര്. ഓക്കെ, ആർക്കും ഉത്തരം കിട്ടുന്നില്ല? ഹായ് റംസി, താമസിച്ചല്ലോ കേറാൻ. ഉത്തരം പറഞ്ഞു. എന്റെ ചോദ്യം ഇതാണ്, അലക്കും കുളിയും നനയും കൂടുതലുണ്ടെന്ന് സ്വയം പറയുന്ന സ്ഥലപ്പേര് ഏതാണ്? ഓക്കെ, ഹായ് ജെസ്സി, ഹലോ. ഇപ്പോഴും ലൈവ് ഉണ്ടല്ലേ? അയ്യോ, അറിഞ്ഞില്ലായിരുന്നോ? ഇപ്പോഴും ലൈവ് ഉണ്ട് എല്ലാ ഞായറാഴ്ചകളിലും. അജിത് രാജ് വാഷിംഗ്ടൺ അല്ലേ എന്ന് ചോദിക്കുന്നു. വേറെ ആർക്കും ഒരു ഉത്തരവും പറയാനില്ലേ? ഉണ്ട് റംസി, എല്ലാ ഞായറും ചൊവ്വാഴ്ചയും അവധിക്കാലങ്ങളിൽ, ഈ അവധിക്കാലത്ത് വാഷിംഗ്ടൺ അല്ലേ എന്ന് ചോദിക്കുന്നു. പവിത്ര ഉണ്ണി വാഷിംഗ്ടൺ എന്ന് പറയുന്നു. ഓക്കെ, ഈ ചോദ്യം കുസൃതിയാണെങ്കിലും ഇച്ചിരി ടഫ് ആയിരുന്നോ? ഉത്തരം വരാൻ ഒത്തിരി താമസിക്കുന്നു. ഓക്കെ, ഇല്ല, അറിഞ്ഞില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി എല്ലാ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും ഉണ്ട് കേട്ടോ, ഉച്ചയ്ക്ക് 12 മണിക്ക്. അവിടെ എത്രയാ, 10:30യോ? ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് വന്നു കഴിഞ്ഞു. വാഷിംഗ്ടൺ എന്നുള്ളതാണ്. കുസൃതി ചോദ്യമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പൊ അലക്കും കുളിയും നനയും ഏറെയുള്ള സ്ഥലം, ഏറെയുണ്ടെന്ന് സ്വയം പറയുന്ന സ്ഥലം അല്ലെങ്കിൽ ആ സ്ഥലപ്പേര് വാഷിംഗ്ടൺ ആയിരുന്നു കേട്ടോ. അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വീണ്ടും പദ്യശകലമാണ്. ചില നിമിഷത്തിലേകാകിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ. ചില നിമിഷത്തിലേകാകിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ. ആരുടെ കൃതി? കൃതിയുടെ പേര്. ചില നിമിഷത്തിലേകാകിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ. ഞാൻ കുറെ മുമ്പ് പറഞ്ഞായിരുന്നു, രണ്ടാമത് പറഞ്ഞതാ ചേച്ചി കണ്ടേ. ആദ്യം ഞാൻ കണ്ടായിരുന്നു, പക്ഷെ ആരും പറയുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, ശ്രീദേവി വന്നു. ഓക്കെ, ഹായ് ശ്രീദേവി. വാഷിംഗ്ടൺ, കുളി എവിടെയെന്ന്? ബോഡി വാഷിംഗ്. ഓക്കെ, രണ്ടും പറയണം. ആരുടെ കൃതി എന്നും പറയണം, ഏതാണ് കൃതിയെന്നും പറയണം. ഓക്കെ, ശ്രീദേവി നമ്പ്യാർ വന്നിട്ടുണ്ട്. വേറെ ആർക്കും ഉത്തരം വന്നില്ല. ചില നിമിഷത്തിലേകാകിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ. ആരുടെ കൃതി? ഹായ് ശ്രീദേവി, ഡ്യൂട്ടിയാണോ അതോ ഇന്ന് അവധിയാണോ? ഓക്കെ, എന്റെ കണക്ഷൻ സ്ലോ ആണെന്ന് തോന്നുന്നു, അങ്ങ് വരുന്നില്ലല്ലോ. അത് ഒരുത്തരം തെറ്റാണ് കേട്ടോ ശ്രീദേവി. ഒരു ഉത്തരം തെറ്റാണ്, ഞാൻ കണ്ടു. സജിത KP ചുള്ളിക്കാട്, ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറയുന്നു. ആറ്റൂർ സംക്രമണം എന്ന് കൃഷ്ണൻ മുല്ലപ്പള്ളി പറയുന്നു. ശ്രീദേവി സൗഹൃദം ചുള്ളിക്കാട് എന്ന് പറയുന്നു. അജിത് രാജ് ചുള്ളിക്കാട് സന്ദർശനം എന്ന് പറയുന്നു. ഓക്കെ, ഇനിയും സൗഹൃദം ONV എന്ന് ശ്രീദേവി നമ്പ്യാർ പറയുന്നു. അല്ല, ബാലചന്ദ്രൻ ചുള്ളിക്കാട് സൗഹൃദം എന്ന് സലീന സൈഫ് പറയുന്നു. എനിക്ക് ഇതിന്റെ എഴുത്തുകാരനെ കിട്ടി, പക്ഷെ ഉത്തരം ഉത്തരം ഇനി ഒരാളും കൂടെ പറയേണ്ടതുണ്ട്. ശ്രീദേവി 3ാമത്തെ തവണ മറ്റൊരു പേരുമായി വന്നിട്ടുണ്ട്. ഓക്കെ, ചില നിമിഷത്തിലേകാകിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ. വേറെ ആർക്കും ഇത് കൃതി ഏതാണെന്ന് അറിയത്തില്ല. അജിത്ത് സൗഹൃദം അല്ല, ചുള്ളിക്കാട് സന്ദർശനം എന്ന് പറയുന്നു. ശ്രീദേവി സൗഹൃദം ONV എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അതെല്ലാം തിരുത്തി സന്ദർശനം ചുള്ളിക്കാട് എന്ന് പറയുന്നു. ലിസി സിബി ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറയുന്നു. എനിക്ക് ഇതിന്റെ ആളെ കിട്ടി, പക്ഷേ കൃതി ഏതാണെന്നാണ് കിട്ടേണ്ടത്. ഓക്കെ, സജിത KP സന്ദർശനം എന്ന് പറയുന്നു. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും മറ്റ്
അഭിപ്രായ വ്യത്യാസമുണ്ടോ? കവിത മൊത്തം അറിയാം, ആകെ കൺഫ്യൂഷൻ. ശ്രീദേവി നമ്പ്യാർ, അതെ 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 അതെ. ഒത്തിരി അറിയുമ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷനും വരും. എന്നെ പോലെ അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയത്തില്ലെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അപ്പം അതെ അതെ, ഇത് എല്ലാവരും ഒത്തിരി ഒത്തിരി ആരാധിക്കുന്ന എഴുത്തുകാരന്റെ ഡി വിനയചന്ദ്രൻ ജെസ്സി ബാബൻ പറയുന്നു, ഭൂതായനമൊക്കെ ചുള്ളിക്കാടിന്റെ മാസ്റ്റർ പീസാണ്. അതെ 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 അതെ. ഓക്കെ, അപ്പോൾ ഇത്തവണ ഞാൻ ക്വസ്റ്റ്യൻ ലോക്ക് ചെയ്യുകയാണ്. കുറെ പേര് ആൻസർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ശരിയായിട്ടുള്ള ആൻസർ സന്ദർശനം, ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ചില നിമിഷത്തിൽ ഏകാകിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ. അപ്പൊ അതിന് മാർക്ക് നേടിയിരിക്കുന്നത് സജിത KP, ശ്രീദേവി, അജിത് രാജ് എന്നിവരാണ്. 2 മാർക്ക് വീതം നേടിയിരിക്കുന്നത്. അപ്പൊ സൗഹൃദം അല്ല, ഇതൊരു കവിത CD ആണ്. അങ്ങനെ കൺഫ്യൂഷൻ. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. കവിത മൊത്തം അറിയാം. ജലജ നാരായണൻ. ഓക്കെ, ജലജ നാരായണൻ. എല്ലാവരും ഉത്തരം എഴുതൂ. ലിഷ ശ്രീധർ, അതെ ചുള്ളിക്കാടാണ്. പക്ഷെ അതിനു മുമ്പ് അത് ആൻസർ പറഞ്ഞവരുണ്ട് കേട്ടോ. ലിഷ, സജിത സന്ദർശനം എന്ന് രണ്ടാമത് അതിന്റെ പേര് പറഞ്ഞു. ലിസി സിബി, ബാലചന്ദ്രൻ ചുള്ളിക്കാട്. പക്ഷെ ലിസി അതിനു മുമ്പ് നമുക്ക് എഴുതിയത് ആരാണെന്നുള്ള ഉത്തരം വന്നായിരുന്നു കേട്ടോ. സലീന സൈഫ്, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, സൗഹൃദം എന്ന് പറയുന്നത് സൗഹൃദമല്ല. ഓക്കെ, അജിത് രാജ് ആണ് ആദ്യം 2 ഒരുമിച്ച് പറഞ്ഞത്, ചുള്ളിക്കാട് സന്ദർശനം. ഓക്കെ, അപ്പൊ നമുക്ക് വായിച്ചതാണ് ഒരോർമ്മ, സജിത KP. ഓക്കെ, ഭൂതായനം ഒക്കെ ചുള്ളിക്കാടിന്റെ മാസ്റ്റർ പീസാണ്. അതെ അതെ അതെ, വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന കവി. വാഷിങ്ടന്റെ പോയിന്റ് കൂടെ തന്നേരെ. കിട്ടി തന്നിട്ടുണ്ട്. അജിത് രാജിന് ഇത് ഇപ്പൊ എത്രയാ പോയിന്റ് എന്നറിയാവോ? എല്ലാ ക്വസ്റ്റ്യൻസിനും പോയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട് അജിത് രാജ്. ആദ്യത്തെ ക്വസ്റ്റ്യന് 2, രണ്ടാമത്തേന് 1, മൂന്നാമത്തേന് 1, നാലാമത്തേന് 2, അങ്ങനെ 2, 2, 4, 2, 6 പോയിന്റ് ആയി അജിത് രാജിന്. സ്കോർ ബോർഡിലെ പോയിന്റ് നില എങ്ങനെയാണ്? സലീനയ്ക്ക് 3 പോയിന്റ്, പവിത്രയ്ക്ക് 3 പോയിന്റ്, അജിത് രാജിന് 6 പോയിന്റ്, ലിഷയ്ക്ക് 1 പോയിന്റ്, കൃഷ്ണൻ മുല്ലപ്പള്ളി 2 പോയിന്റ്, ഗായത്രി കാവിൽ 2 പോയിന്റ്, ശ്രീദേവി നമ്പ്യാർ 2 പോയിന്റ്, സജിത KP 2 പോയിന്റ്. ഇങ്ങനെയാണ് സ്കോർ ബോർഡിലെ നില. ഇരുളിൽ ഇപ്പോൾ ഉദിക്കുന്നു നിൻമുഖം. ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ശകലം അയവ്. എല്ലാവർക്കും ഒന്നും പദ്യങ്ങള് അത്രയ്ക്ക് അങ്ങ് ദഹിക്കണമെന്നില്ല, പ്രത്യേകിച്ച് ചുള്ളിക്കാടിന്റെ അതാകുമ്പോൾ. അപ്പൊ നമുക്ക് ഒരു കുസൃതി ചോദ്യത്തിലേക്ക് പോകാം. ഒറ്റ വിരൽ കൊണ്ട് 5-6 പേരെ മുകളിൽ എത്തിക്കുന്ന ഇത് ആര്? ഒറ്റ വിരൽ കൊണ്ട് 5-6 പേരെ, 5-6 അല്ല, ചിലപ്പോൾ അതിൽ കൂടുതലും വേണമെങ്കിലാവാം. ഒറ്റ വിരൽ കൊണ്ട് കുറെ പേരെ ഒരുമിച്ച് മുകളിൽ എത്തിക്കാൻ കഴിവുള്ളത് ആർക്ക്? ഒറ്റ വിരൽ കൊണ്ട് 5-6 പേരെ മുകളിൽ എത്തിക്കുന്നത് ആര്? എത്തിക്കാൻ കഴിവുള്ളത് ആര്? 17 പേര് ലൈനിലുണ്ട്. എല്ലാ 17 പേരെയും ഞാൻ കണ്ടോന്ന് എനിക്ക് സംശയമാണ് കേട്ടോ. ഓക്കെ ഓക്കെ. ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഒറ്റ വിരൽ കൊണ്ട് 5-6 പേരെ മുകളിൽ എത്തിക്കാൻ കഴിയുന്നത് ആർക്ക്? ഓക്കെ, ലെഫ്റ്റ് ഓപ്പറേറ്റർ, ലെഫ്റ്റ്. ഓക്കെ, ഓക്കെ. ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ലിഫ്റ്റ് ഓപ്പറേറ്റർ ആണ്. ലിഫ്റ്റ് അല്ല, ലിഫ്റ്റ് ഓപ്പറേറ്റർ ആണ്. ലിഫ്റ്റ് ഓപ്പറേറ്റർ ആണല്ലോ വിരൽ വെച്ച് പ്രസ് ചെയ്യുന്നത്, ലിഫ്റ്റ് അല്ലല്ലോ. ലിഫ്റ്റ് ആണ് എത്തിക്കുന്നത്, പക്ഷെ ഈ വിരൽ പ്രവർത്തിപ്പിക്കുന്നത് ലിഫ്റ്റ് ഓപ്പറേറ്റർ ആണ്. അതുകൊണ്ട് ലിഫ്റ്റ് ഓപ്പറേറ്റർ എന്നുള്ളതാണ് ശരിയായ ആൻസർ. ആദ്യം പറഞ്ഞത് ശ്രീദേവി, അതിനുശേഷം നൌഷാദ്, പിന്നെ ലൂസി. ഇത്രയും പേരാണ് പറഞ്ഞത്. അജിത് രാജ് ഗൂഗിൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടല്ലോ എന്ന്. അജിത് രാജ് അതൊക്കെ ഇത് എങ്ങനെ പബ്ലിക് ആയിട്ട് ഇങ്ങനെ കാണിക്കാതെ? ലിഫ്റ്റ് ഉത്തരം സജിത. ഓപ്പറേറ്റർ എങ്ങനെ എത്തിക്കും? ഓപ്പറേറ്ററിന്റെ അല്ലേ വിരല്? അപ്പം വിരൽ ഉപയോഗിക്കുന്ന ആള്.
സ്റ്റെയർ കേസ്. സജിത, സ്റ്റെയർ കേസിന് എവിടെയാണ് വിരൽ? ഓക്കെ. ലൂസി ജോസ് ഇഞ്ചയിൽ. ഓക്കെ, അപ്പൊ ഇത്തവണത്തെ ഇതിന് മാർക്ക് കിട്ടിയിരിക്കുന്നത് ശ്രീദേവി നമ്പ്യാർക്കും നൌഷാദിനും ലൂസി ജോസിനുമാണ് കേട്ടോ. ഓക്കെ, അപ്പം സോറി, ലിഫ്റ്റ് മാത്രം എഴുതിയവർക്ക് മാർക്കില്ല. ലിഫ്റ്റ് ഓപ്പറേറ്റർ എന്ന ആദ്യം എഴുതിയ 3 പേർക്കാണ് മാർക്ക്. കാരണം അതാണ് എന്റെ ബുക്കിലെ ആൻസർ. ഓക്കെ, ആരും കരയണ്ട, നമുക്ക് ഇനിയുണ്ട്, കുറെ ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹായ് ലൂസി, ലിസി, സിബി, സാജിദ സ്റ്റെയർ കേസ്, ജെസി ലിഫ്റ്റ് ഓപ്പറേറ്റർ, അജിത് രാജ് ലിഫ്റ്റ് ഉത്തരം. ഓപ്പറേറ്റർ എങ്ങനെ എത്തിക്കും? ഓപ്പറേറ്റർ ഞാൻ പറഞ്ഞല്ലോ വിരൽ കൊണ്ട് എത്തിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലിഫ്റ്റ് ഓപ്പറേറ്റർ ഇല്ല. എന്നാ കയറുന്ന ആളെന്ന് പറ ലിഫ്റ്റ് ഓപ്പറേറ്റർ. ഞങ്ങൾക്കും ഓപ്പറേറ്റർ ഇല്ല, കഷ്ടം. എന്നാ നിങ്ങൾക്ക് പോയിന്റും ഇല്ല. ഞങ്ങളൊക്കെ ഇച്ചിരി ഓപ്പറേറ്ററെ ഒക്കെ ഓപ്പറേറ്റ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സമ്മതിക്കൂല. സോറി, ഞാൻ മാർക്ക് കൊടുത്തു. പൊട്ട ബുക്ക്, സോറി. ഞങ്ങള് പാവം ഇന്ത്യക്കാർക്ക് പൊട്ട ബുക്കൊക്കെ ഉള്ളൂ. അതൊക്കെ ഇരുന്നോട്ടെ കേട്ടാ. അപ്പം ചേട്ടൻ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കിട്ടണമല്ലോ, നോക്കട്ടെ എവിടെ ബുദ്ധിമുട്ട്. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും, ശരിയായി മധുരിച്ചിടാം സ്വയം പരിശീലിപ്പൊരു കയ്പുതാനുമേ. അടുത്തത്, അപ്പോൾ നമ്മളാണ് ഓപ്പറേറ്റർ. അതെ, അതാണ് ആൻസർ. ഓക്കെ, ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും, ശരിയായി മധുരിച്ചിടാം സ്വയം പരിശീലിപ്പൊരു കയ്പുതാനുമേ. ആരുടെ കൃതി? ആരാണ് എഴുതിയത്? ഉത്തരങ്ങൾ പോരട്ടെ. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും, ശരിയായി മധുരിച്ചിടാം സ്വയം പരിശീലിപ്പൊരു കയ്പുതാനുമേ. ആർക്കും ആൻസർ ഇല്ലേ? ആരും കേട്ടിട്ടില്ലേ ഇത്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ആശാൻ, ശ്മശാനം, ആശാൻ, ചിന്താവിഷ്ടയായ സീത, റംസീന. എന്റെ അല്ല, അത് നേരാ കേട്ടോ. ഞാൻ ആദ്യം ഓർത്തായിരുന്നു റംസിയുടെ ആണെന്ന്, പക്ഷെ പിന്നീട് മനസ്സിലായി അല്ലാന്ന്. ഓക്കെ, എല്ലാരും ആശാനെ പിടിച്ചിട്ടുണ്ട്. ആശാൻ ശ്മശാനം, ആശാൻ ചിന്താവിഷ്ടയായ സീത, ആശാൻ ചിന്താവിഷ്ടയായ സീത. സജിത പറയുന്ന ആശാൻ ശ്മശാനമെന്ന്, ശാന്തകുമാരി പറയുന്നു കുമാരൻ ആശാനെന്ന്, കുമാരനാശാൻ കറക്റ്റ് ആണ്, പക്ഷെ കൃതിയുടെ പേരും കൂടെ വേണം. അത് ആദ്യം പറയുന്ന 3 പേർക്കാണ് കേട്ടോ. സലീന സൈഫ്. ഓക്കെ, എല്ലാരും കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീത, ലിസി, സിബി, ശ്രീദേവി. അത് ടൈപ്പോ ആണ്, രണ്ടാമത്തേതാണ് ഉത്തരം. ഓക്കെ, ചിന്താവിഷ്ടയായ സീത, ആശാൻ, ലിഷ, ശ്രീധർ. ഓക്കെ, എല്ലാരും പറയുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള വരികളാണ്. അപ്പൊ ഇതിന് മാർക്ക് അടിച്ചെടുത്തിരിക്കുന്നത് ശ്രീദേവി നമ്പ്യാരും അജിത് രാജും രണ്ടും പറഞ്ഞു ഇല്ലേ? അതെ, അജിത് രാജാണ് രണ്ടും ഒരുപോലെ ആദ്യം ഉത്തരം പറഞ്ഞത്. പിന്നെ ശ്രീദേവി, സലീന സൈഫിന് 1 പോയിന്റ്, സജിതയ്ക്ക് 1 പോയിന്റ്. അങ്ങനെയാണ് ഇതിന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ചോദ്യം ആവർത്തിക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. ചോദ്യം ഇതായിരുന്നു: ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും, ശരിയായി മധുരിച്ചിടാം സ്വയം പരിശീലിപ്പൊരു കയ്പുതാനുമേ. ഇതായിരുന്നു ചോദ്യം. അപ്പോൾ നമ്മളാണോ? ഓക്കെ, ആശാൻ വിഷയന്റെ അല്ല. ഓക്കെ, ചോദ്യം ആവർത്തിച്ചു ഷാഫി. പക്ഷെ അതിന്റെ ആൻസേഴ്സ് വന്നു കേട്ടോ. അതുകൊണ്ട് അതിന്റെ മാർക്കുകൾ സ്കോർ ഓൾറെഡി കൊടുത്തു. ആദ്യം പറഞ്ഞത് അജിത് രാജാണ്, 2 ഉത്തരവും കൂടെ ഒരുമിച്ച് പറഞ്ഞത്. അതിനുശേഷം ശ്രീദേവി 2 തവണയായിട്ട് 2 എണ്ണവും പറഞ്ഞു. പിന്നെ പറഞ്ഞത് സജിത KPയും സലീനയും ഓരോ പോയിന്റ്സ്. അതായത് ഒരാള് കൃതിയുടെ
പേര് പറഞ്ഞു, ഒരാള് കവിയുടെ പേരും പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു. പകുതിയോളമായി സമയം. നമുക്ക് സ്കോർ ബോർഡിൽ എങ്ങനെയാണ് സ്കോർ എന്ന് നോക്കാം. നമുക്ക് 1 2 3 4 5 6 7 8 9 10 പേര് സ്കോർ ബോർഡിൽ കയറി പറ്റിയിട്ടുണ്ട്. സലീനയ്ക്ക് 4 പോയിന്റ്, പവിത്രയ്ക്ക് 3 പോയിന്റ്, അജിത് രാജിന് 8 പോയിന്റ്, ലിഷ 1, കൃഷ്ണൻ മുല്ലപ്പള്ളി 2, ഗായത്രി കാവിൽ 2, ശ്രീദേവി നമ്പ്യാർ 5, സജിത KP 3, നൌഷാദ് 1, ലൂസി ജോസ് 1. ഇത്രയും പേരാണ് സ്കോർ ബോർഡിൽ കയറിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തതൊരു കുസൃതി ചോദ്യമായാലോ? തണുപ്പാണ്, എനിക്ക് തണുപ്പാണ് എന്ന് പറയുന്ന കളർ ഏതാണ്? എനിക്ക് തണുപ്പാണ് എന്ന് പറയുന്ന കളർ ഏതാണ്? കുസൃതി ചോദ്യമാണ്. എനിക്ക് തണുപ്പാണ് എന്ന് പറയുന്ന കളർ ഏതാണ്? ആൻസേഴ്സ് വന്നോട്ടെ. ചിന്താവിഷയായ സീത അടിച്ചതാ, ശ്യാമളയായി പോയി, കഷ്ടം. അത് സാരമില്ല. ഓക്കെ, ഇനി അജിത് റംസീന പറയുന്നത് അജിത് രാജ് വടക്ക് തരാമോ, 2 days കഴിഞ്ഞ് തിരിച്ചു തരാം. തല വാടകയ്ക്ക് കൊടുക്കാവോന്ന് അജിത് രാജ്. റെഡിയാണോ? അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, തണുപ്പാണ് എന്ന് പറയുന്ന കളർ ഏതാണ്? ആൻസേഴ്സ് ഓരോരുത്തർ പറയുന്നുണ്ട്. പതിയെ സ്ലോ ആണെന്ന് തോന്നുന്നല്ലോ. തണുപ്പാണ് എന്ന് പറയുന്ന കളർ ഏതാണ്? എവിടെ എല്ലാരും? ആൻസേഴ്സ് വരാൻ ഇത്ര താമസം എന്താണ്? ഓക്കെ, റംസി മഞ്ഞ എന്ന് പറയുന്നു, ശാന്തകുമാരി മഞ്ഞ എന്ന് പറയുന്നു, അജിത് രാജ് മഞ്ഞ എന്ന് പറയുന്നു. ഓക്കെ, വേറെ കളറൊന്നും ആർക്കില്ല. ഗ്രീൻ, കനകദുർഗ ഗ്രീൻ എന്ന് പറയുന്നു, സജിത KP മഞ്ഞ, യെല്ലോ എന്ന് സലീന സൈഫ് പറയുന്നു, യെല്ലോ യെല്ലോ. ബ്ലൂ ജലജ പറയുന്നു ബ്ലൂ. ഇല്ല, തണുപ്പ എന്ന് പറയണം സംഭവം. പവിത്രമണി മഞ്ഞ എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തണുപ്പാണെന്ന് പറയുന്നത് ഏതാ? ബ്ലൂ പറയുവോ, യെല്ലോ പറയുവോ, അതോ മഞ്ഞ പറയുമോ? യെല്ലോ, മഞ്ഞ. ജിൻസി, ഹായ് ജിൻസി. ലിഷ യെല്ലോ, ജിൻസി മഞ്ഞ. ഓക്കെ ഓക്കെ, ഉത്തരങ്ങൾ വന്നു. ഓക്കെ, ഉത്തരം മഞ്ഞ എന്നുള്ളതാണ്. മഞ്ഞ എന്ന് പറയുമ്പോ ഓക്കെ, തണുപ്പാണ് എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ? അപ്പം അതിനും അജിത് രാജ് പോയിന്റ് അടിച്ചെടുത്തിരിക്കുകയാണ്. ആദ്യം പറഞ്ഞത് ശാന്തകുമാരിയാണ്, തൊട്ടുപിറകെ റംസി പറഞ്ഞു, മൂന്നാമത് പറഞ്ഞ അജിത് രാജ്. അങ്ങനെ ഇതിന്റെ പോയിന്റുകളും വീതിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഈ ക്വസ്റ്റ്യൻ ലോക്ക് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത കുസൃതി ചോദ്യം വേണോ അതോ പദ്യശകലം വേണോ? നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. എന്താണ് വേണ്ടത് അടുത്തത്? ആരാ പറയുന്നത്? കവിത വേണോ? മഞ്ഞാണ്, മഞ്ഞാണ്. മഞ്ഞ. ഓക്കെ, എന്നോട് അജിത്താണ്. ഓക്കെ, മഞ്ഞാണ്. ശരിയാ, മഞ്ഞ. മഞ്ഞ എന്നുള്ള കളറാണ് കറക്റ്റ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് വേണ്ടത്? കുസൃതി മതി എന്ന് റംസി പറയുന്നു, മഞ്ഞ. ലൂസി ജോസ് പറയുന്നു കുസൃതി മതിയോ അടുത്ത ചോദ്യം? എല്ലാവർക്കും അതാണോ? വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. റംസി ആദ്യമായിട്ട് വന്നതല്ലേ? ഏതായാലും ഓക്കെ എന്ന് അജിത്ത് പറയുന്നു. റംസി ആദ്യമായിട്ട് വന്നതാ. എന്നാ റംസി പറയുന്ന പോലെ കേക്കാം കേട്ടോ. നോക്കട്ടെ. ഓക്കെ, ഒരു കേട്ടെഴുത്ത്. ആരൂഢം, പദ്യം, കുസൃതി, അങ്ങനെ പോകട്ടെ. പൗത്രമണി. ഓക്കെ, ഈ പേട്ട് തല ആരാ? റംസിക്ക് അറിയത്തില്ലല്ലോ ഇത് പേട്ടാണെന്ന്. ഓക്കെ, കവിത പോരട്ടെ എന്ന് ശ്രീദേവി. ഓക്കെ, റംസി ആദ്യം പറഞ്ഞു. ഞാൻ റംസിയുടെ ചോദ്യത്തിന് റിക്വസ്റ്റിന് വശംവദയായി പോയി. അതുകൊണ്ട് എന്റെ ക്വസ്റ്റ്യൻ വന്നു അടുത്തത് ഒരു കേട്ടെഴുത്താണ്. ആരൂഢം എന്നെഴുതണം. ആരൂഢം. ഇവിടെ ഹൈഫൈ. ഞാനൊക്കെ ഈ ആരൂഢമൊക്കെ എഴുതാൻ എത്ര നേരം എടുക്കുന്നറിയാമോ? വേറൊരു വാക്കുണ്ട് എനിക്ക് ബുദ്ധിമുട്ടുള്ളത്, ശഠിക്കുക. എന്ത് ചെയ്താലും എനിക്ക് ആ വാക്ക് കിട്ടത്തില്ല. ശഠിക്കുക.
ആരൂഢം എന്നുള്ളത് കേട്ടെഴുത്താണ്, കൃത്യമായിട്ട് എഴുതുക. സലീന സെയ്ഫ് മഞ്ഞ, ആരൂഢം. ഓക്കെ, അജിത്ത് എഴുതിയത് കണ്ടു, മതി. 2 തവണ എഴുതി, ഇനി മാർക്ക് തരുമല്ലോ കേട്ടോ. അജിത് രാജ് എഴുതിയിട്ടുണ്ട് ആരൂഢം. കൃഷ്ണൻ, ഇതാരാ? നൌഷാദ് കാട്ടുപാറ, ആരൂഢം. അജിത് രാജ് ആരൂഢം. ശഠിക്കുക. എന്റെ അജിത്തെ, എനിക്ക് ആ ഠാ എന്ത് ചെയ്താൽ കിട്ടത്തില്ല, ശഠിക്കുക എഴുതുമ്പം. റംസി, ഓക്കെ. റംസി, നൌഷാദ്, അജിത്ത്, 3 പേര് ആണ് എഴുതിയിരിക്കുന്നത്. എത്ര പേർക്ക് എഴുതാൻ പറ്റുമെന്ന് കാണട്ടെ. ആരൂഢം എല്ലാവർക്കും കൃത്യമായിട്ട് വരുന്നുണ്ടല്ലോ. ആരൂഢം. ലൂസി, അത് ഇംഗ്ലീഷിലല്ല, മലയാളത്തിൽ കൃത്യമായിട്ട് ഠ എന്നുള്ള അക്ഷരം കിട്ടാനാണ്. ഏതേലും കാണുന്നതിന് തന്നാ മതി. ഇനി 2 തവണ ഒരേ ഉത്തരം 2 തവണ എഴുതിയിട്ടുണ്ട്. അജിത് രാജിനെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇതിന്റെ അകത്തുനിന്ന്. സോ ബിവെയർ. ഓക്കെ, ശഠിക്കുക. ഓ, ശ്രീദേവിക്ക് പിന്നെ ആരൂഢം. ഇതാണ് എന്റെ ഒരു വിഷയം. കണ്ടോ, ലിഷ എഴുതിയിരിക്കുന്ന കണ്ടോ, ആരൂഢം. എനിക്ക് ആ ഡായേ വരുള്ളൂ. ഠാ ഒന്ന് ആക്കിയെടുക്കാൻ ഒത്തിരി തല കിട്ടിയ എന്ത് ആരൂഢം. ഓക്കെ, കൊള്ളാം. നിങ്ങളുടെ എല്ലാവരുടെയും എന്താ ടൈപ്പ് ഇത് നല്ലതാന്ന് തോന്നുന്നു, വോയിസ് ടൈപ്പിങ്ങോ എന്തായാലും. പക്ഷെ എനിക്ക് അത്രയും ആരൂഢം, കനകദുർഗ അല്ല, ആരൂഢം. മേളിൽ കുറെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. ആരാ? റംസീന, അജിത് രാജ്, പിന്നെ ആരായിരുന്നു ഒരാള്? നൌഷാദ്. ഇവരെല്ലാം എഴുതിയിട്ടുണ്ട്. നോർമലി എനിക്ക് വരാറില്ല ലക്ക് അടിച്ചത്. അതെ, ലക്ക. എനിക്കും അങ്ങനെ ലക്ക് അടിക്കണം, അല്ലെങ്കിൽ എനിക്കും കിട്ടത്തില്ല. ശഠിക്കുക, എനിക്ക് ശഠിക്കുക എന്ത് ചെയ്താൽ കിട്ടത്തില്ല. ഞാൻ എത്ര നേരം അതേ സ്റ്റക്കായി പോകുമെന്നറിയാവോ, ആ ഒറ്റ വാക്കേല് ശഠിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം കേട്ടെഴുത്ത് തീർന്നു. ഇനി അടുത്തത് വീണ്ടും കവിതകളിലേക്ക്. ഇനി ഒരല്പം ഈണത്തിലുള്ളത് പറയാവേ. എനിക്ക് ആകെ 4 കീബോർഡ് ഉണ്ട്. അതാ ഞാൻ വോയിസ് ടൈപ്പിംഗ് ആണ് ട്രൈ ചെയ്യുന്നത്. വോയിസ് ടൈപ്പിംഗിൽ അത് ശരിയായി വരാറില്ല. ഞാൻ എന്നിട്ട് കീബോർഡ് ട്രൈ ചെയ്യും, എന്നാലും വരുവല്ല. എന്താണ്, ഏതാ ആപ്പ് ശ്രീദേവി? മംഗ്ലീഷിന് ഏതാ? ഞാൻ മംഗ്ലീഷ് എന്നുള്ള ആപ്പാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ആകെ 4 കീബോർഡ്. എല്ലാം എന്റെ അനുഗ്രഹം എന്ന് അജിത് രാജ് പറയുന്നു. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിശപ്പിന്നു വിഭവങ്ങൾ വേറുപ്പോളമശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാൺകിൽ കൊതിയാമാർക്കും. അതാണ് അടുത്ത ചോദ്യം. ഇത് ആരുടെ, ഏത് കൃതിയിലേതാണ്? വിശപ്പിന്നു വിഭവങ്ങൾ വേറുപ്പോളമശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാൺകിൽ കൊതിയാമാർക്കും. ആരുടെ, ഏത് കൃതി? 2 മാർക്കുണ്ട്. കൃതിക്കൊന്ന്, കർത്താവിനൊന്ന്. എനിക്ക് പറ്റിയില്ല. സലീന ട്രൈ ചെയ്തിട്ട് പറ്റിയില്ലല്ലേ? സെയിം. ഗൂഗിൾ കീബോർഡ് മംഗ്ലീഷ്, ശ്രീദേവി. മംഗ്ലീഷിൽ തന്നെ എനിക്ക് പറ്റാറില്ല. ഓക്കെ, ഇതിന് ആൻസേഴ്സ് വരുന്നുണ്ട്. ജെസ്സി ബാവൻ, കുമാരനാശൻ, കരുണ എന്ന് പറയുന്നു. എന്റെ ചോദ്യം ഇതായിരുന്നു. വിശപ്പിന്നു വിഭവങ്ങൾ വേറുപ്പോളമശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാൺകിൽ കൊതിയാമാർക്കും. ചങ്ങാപ്പുഴ എഴുതിയിരിക്കുന്നു, അല്ല. ജിത്രാജ് ആശാൻ, കരുണ എന്ന് എഴുതിയിരിക്കുന്നു. പിന്നെ ആരാ? കോപ്പിയാന്ന് അജിത് രാജ് പറഞ്ഞിരിക്കുന്നു. വേറെ ആരുടെ കോപ്പിയാ? അജിത്ത് ഭയങ്കര കോപ്പിയടിയാ ഇവിടെ. ശാന്ത്, അയ്യോ എന്തിയെ കാണുന്നില്ല. കുമാരനാശാൻ, കരുണ ബൈ കുമാരനാശാൻ, ശാന്തകുമാരി. ഓക്കെ, അപ്പൊ ഇതിന് കൃതി ആപ്പൂമാല അല്ല. കുമാരനാശാൻ കറക്റ്റ് ആണ്. ആപ്പൂമാല കുമാരനാശാന്റേതും അല്ല. കുമാരനാശാൻ ഓക്കെ. ജലജ, കരുണ, കുമാരനാശാൻ എന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് ഉത്തരങ്ങൾ വന്നു.
ആദ്യം പറഞ്ഞ 3 പേരെന്ന് പറയുന്ന അജിത് രാജും ജസി ബാവനും പിന്നെ ആരായിരുന്നു, ശാന്തകുമാരി. ഈ 3 പേരാണ് കറക്റ്റ് ആൻസേഴ്സ് ആദ്യം പറഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞ് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. കനകദുർഗ കുമാരനാശാൻ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. സലീന കുമാരനാശാൻ, ജലജ കരുണ കുമാരനാശാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉത്തരം വന്നപ്പോഴത്തേനും താമസിച്ചു പോയി കേട്ടോ. ശ്രീദേവി പറഞ്ഞതും താമസിച്ചു പോയി വന്നപ്പം. കനകദുർഗ, കരുണ, സലീന കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലൂസി ജോസ് കൃത്യം പറഞ്ഞിട്ടുണ്ട്. ലിഷ, ശ്രീധർ, ആശാൻ, കരുണ എന്ന് പറയുന്നു. ഓക്കെ, അതൊക്കെ കറക്റ്റ് ആണ്. പക്ഷെ ആദ്യം പറഞ്ഞ് ലിസി ബാവൻ, ശാന്തകുമാരി, അജിത് രാജ്, ഈ 3 പേർക്കാണ് മാർക്ക് പോയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത കുസൃതി ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ചോദ്യം. കുസൃതി ചോദ്യത്തിന് കീജയ് പറയുന്ന എത്ര പേരുണ്ട്? കുസൃതി ചോദ്യത്തിന് കീജയ് പറയുന്ന എത്ര പേരുണ്ട്? അടുത്ത തവണ കുസൃതി കൊണ്ട് മാത്രം വരണോന്ന് അറിയാനായിട്ടാണ്, അതോ ഇങ്ങനെ ഇടകലർത്തി മതിയോ? ആരും മിണ്ടുന്നില്ലല്ലോ. ജനപ്രിയം ഏതാണെന്ന് അറിയാൻ ഒരു കൗതുകം ഉണ്ടായിരുന്നു. കുസൃതി ചോദ്യങ്ങളാണോ അതോ സാഹിത്യമാണോ എന്ന് ആരും ഒന്നും പറയുന്നില്ല. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് കീജയ്, അത് തന്നെ കീജയ്. വീഡിയോ സ്ലോ ആണ് ഷാഫി പറയുന്നു. കീജയ് റംസിയും പറയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കുസൃതി ചോദ്യത്തിലേക്ക് പോകാം. ഡാഡി മമ്മിയാകുന്ന സ്ഥലം. വേഗം ടൈപ്പ് ചെയ്യും കേട്ടോ. കീ ഇല്ലാത്ത ജയും അജിത് രാജ്. ഓക്കെ, അപ്പൊ രണ്ടിലും ഏതാണേലും കുഴപ്പമില്ല അല്ലേ എന്ന്. ഓക്കെ, അപ്പം എനിക്ക് സ്ലോ ആണ് ഇന്ന്. ഓക്കെ, ഇടകലർത്തി മതി എന്ന് ജസി ബാവൻ പറയുന്നു. അതെ, ഞാനും അതിനോടാണ് കൂടുതൽ എന്താ പറയുന്നത്, താല്പര്യം കാണിക്കുന്നത്. ചോദ്യം കേൾക്കുന്നതിന് മുൻപ് ഉത്തരം വരുന്നു. അതെ ഷാഫി, ഇത് എല്ലാവർക്കും ഒരു വിഷയമുണ്ട്. ഞാനിവിടെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് എത്ര നേരം കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം കിട്ടുന്നതെന്ന് അറിയാമോ? ഇടകലർത്തി മതി എന്ന് ശ്രീദേവിയും പറയുന്നു. ഓക്കെ, അപ്പം ഈ ഉത്തരത്തിന്, ഈ ചോദ്യത്തിന് പറഞ്ഞോളൂ. കനകദുർഗ. ഓക്കെ, ഡാഡി മമ്മിയാകുന്ന സ്ഥലം ആയിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. ഡാഡി മമ്മിയാകുന്ന സ്ഥലം നോക്കട്ടെ, ആരൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നോക്കട്ടെ. ഇടകലർത്തി മതി മെയ്ഡ്. ഓക്കെ, കനകദുർഗ ഈജിപ്റ്റ് എന്ന് പറയുന്നു. സലീന സൈഫ് അജിത്ത് ഈജിപ്റ്റ് എന്ന് പറയുന്നു. കഥ പറയുന്ന ഒരാൾ പിരമിഡ് എന്ന് പറയുന്നു. ഞാൻ സ്ഥലമാണ് ചോദിച്ചത് കേട്ടോ, അതിന്റെ സംവിധാനമല്ല, സ്ഥലമാണ് ചോദിച്ചത്. നൌഷാദ് കാട്ടുപാറ ഈജിപ്റ്റ് എന്ന് പറയുന്നു. അപ്പം നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുന്നത് കനകദുർഗയ്ക്കും അജിത് രാജിനും നൌഷാദ് കാട്ടുപാറയ്ക്കുമാണ്. ഇവരുടെയാണ് ആദ്യം വന്നത്. അജിത് രാജ്. ഓക്കെ, അപ്പം പിരമിഡ് ആണ്, പക്ഷെ പിരമിഡ് ആ സംവിധാനമാണ്. ഞാൻ ചോദിച്ചത് സ്ഥലമാണ്. ഡാഡി മമ്മിയാകുന്ന സ്ഥലം എന്നാണ് ഞാൻ ചോദിച്ചത്. പിരമിഡ് അത് ആ ഒരു സംവിധാനമാണ്, അത് സ്ഥലമാണെങ്കിൽ പോലും സ്ഥലപ്പേരാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, ഒത്തിരി പേരത് പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ല എന്ന് പറയല് വീണ്ടും ഇനി ഓക്കെ, കണ്ടു. എന്റെ ദൈവമേ, ഈ ട്രോഫി എല്ലാം കൂടെ എവിടെ കൊണ്ടുപോയി വെക്കുമെന്നാണ് ഞാൻ ഓർക്കുന്നേ. റംസി ഈജിപ്റ്റ്, കനകദുർഗ ഈജിപ്റ്റ് ആണോ? ഈജിപ്റ്റ് ആണ്. കനകദുർഗയ്ക്കാണ് ആദ്യത്തെ മാർക്ക് വന്നിരിക്കുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, എങ്കിലും ഈജിപ്റ്റ് എന്നാണ് ഉദ്ദേശിച്ചതെന്ന് നമുക്കത് വായിക്കുമ്പോൾ അറിയാം. അതുകൊണ്ട് കനകദുർഗയ്ക്ക് ആദ്യത്തെ മാർക്ക് തന്നു. മിനി ഈജിപ്റ്റ് എന്ന് പറയുന്നു. ലിഷ ശ്രീധർ പിരമിഡ് എന്ന് പറയുന്നു. ഞാൻ പിരമിഡ് അല്ല ഇത് ഉദ്ദേശിച്ചത്. കുസൃതിക്ക് ആൻസർ അറിയില്ല ജസി ബാവൻ. ഓക്കെ, സാരമില്ല. നമുക്ക് അടുത്ത കവിതകൾ ഇപ്പം വരും ഇതിന് തൊട്ടു പിറകെ. സലീന സൈഫ്, ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈജിപ്തിൽ മൊത്തം മമ്മി ആവില്ലല്ലോ. വിട്ടുപിടി ശ്രീദേവി, ഞാൻ ഈജിപ്തിനെ മാർക്ക് തരുള്ളൂ. ഓക്കെ, മാർക്ക് മുഴുവൻ എന്റെ കയ്യിലായിരിക്കുന്നത്. ഞാൻ വിട്ടുകൊടുക്കുന്നത് ഈജിപ്തിനാണ്. ഓക്കെ, അപ്പം അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒത്തിരി പേര് പിരമിഡ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ ചോദിച്ചത് സ്ഥലം ആണ്, ഞാൻ ഉദ്ദേശിച്ചത് ഈജിപ്റ്റ് ആണ്. സോറി. അതുകൊണ്ട് ഈജിപ്റ്റ് എന്ന് പറഞ്ഞവർക്ക് ഈജിപ്തിൽ എല്ലായിടത്തും ഡാഡി മമ്മി മമ്മി അല്ല എന്ന് കഥ പറയുമ്പോൾ പറയുന്നു. ഓക്കെ, ഈജിപ്തിൽ എല്ലായിടത്തും അല്ല, പിരമിഡിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് അറിയാം. പോട്ടെ, അടുത്ത തവണ
ടീച്ചർ കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്ത് തരാം കേട്ടോ. കളഞ്ഞിട്ട് പോടേ എന്ന് പറയുന്നത് ആരോടാണോ? ശ്രീദേവിയോടാണ് കേട്ടോ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും നമ്മൾ കവിതകളിലേക്ക് മടങ്ങുകയാണ്. അടുത്തത്, സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. അപ്പോൾ ഡാഡി മമ്മി, മമ്മി ഡാഡിയായി വരും എവിടെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നു, ഉത്തരം പോരട്ടെ. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ആര് ഏത് കൃതിയിൽ പറഞ്ഞു? ഓക്കെ, ഓക്കെ, അലക്കുകല്ലിന്റെ അവിടെയാണ് ഡാഡി മമ്മിയാ. ഹലോ ബിനോ. ഡാഡി മമ്മി വീട്ടില്ല, ഈജിപ്തിൽ പോയിട്ടുണ്ടേ. ഓക്കെ ഓക്കെ, തിരിച്ചു വരുമ്പോ ഡാഡി മമ്മിയായും മമ്മി ഡാഡിയായും ആയിരിക്കും വരുന്നത്. ഓക്കെ, എന്റെ ചോദ്യം, സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്നുള്ളത് ആര് പാടി, ഏത് കൃതിയിൽ പാടി എന്നുള്ളതാണ് കേട്ടോ. ഉത്തരങ്ങൾ വരുന്നുണ്ട്. എനിക്ക് പേര് മാത്രം പോരാ, അതായത് കവിയുടെ പേര് മാത്രം പോരാ, കൃതിയുടെ പേരും വേണം. അപ്പൊ കവിക്ക് 3 പോയിന്റ് ആയി. കൃതി വരട്ടെ. വയലാർ പ്രയാണമല്ല, വേറൊന്നുണ്ട് വയലാറിന്റെ. അശ്വമേധമല്ല, കുമാരനാശാൻ നളിനിയല്ല, സ്പന്ദിക്കുന്ന അസ്ഥിമാടമല്ല, പ്രയാണമല്ല. ഇതുവരെ ആരും പറഞ്ഞില്ല. വയലാർ രാമവർമ്മ തന്നെയാണ്. അക്കിത്തം 20-ാം നൂറ്റാണ്ടല്ല. വയലാർ രാമവർമ്മ, ചങ്ങമ്പുഴ അല്ല. ഇതുവരെ ആരും അതിന്റെ കൃതിയുടെ ഇത് കൃത്യമായിട്ട് പറഞ്ഞില്ലല്ലോ. സ്നേഹിക്കയില്ല ഞാൻ. ഓക്കെ, നോ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഓക്കെ, 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിലല്ല. ലിസി, ഇത് അക്കിത്തത്തിന്റെ അല്ല കേട്ടോ. ഈ വരികള് വയലാറിന്റെയാണ് വരികള്. നോ എന്ന് പറയുന്ന സംഭവമാണ്. ഓക്കെ ഓക്കെ, ഒരാൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ശ്രീദേവി ആദ്യം ലിഷ പറഞ്ഞു മാനുഷാദ എന്ന്, ശ്രീദേവിയും പറഞ്ഞിട്ടുണ്ട് മാനുഷാദ എന്ന്. അടുത്തത് ആരാണ് പറയുന്നത്? പ്രയാണമല്ല, മാനുഷാദയാണ് അത് പറഞ്ഞത്. മിനി എൻ കുറുപ്പ്. മിനി എൻ കുറുപ്പിന് നേരത്തെ പോയിന്റ് ഉണ്ടായിരുന്നു. മിനിക്ക് പോയിന്റ് ഇല്ലായിരുന്നു. അപ്പൊ മിനി അങ്ങനെ സ്കോർ ബോർഡിൽ കയറി പറ്റിയിട്ടുണ്ട്. ഓക്കെ, വയലാറിന്റെ മാനുഷാദയായിരുന്നു. ബിനോ ഇപ്പം മാനുഷാദ എന്ന് പറയുന്നുണ്ട്. ഒത്തിരി പേര് അജിത് രാജ് മാനുഷാദ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിന് ആദ്യം ഉത്തരം പറഞ്ഞ ബിനോ മാത്യുവിനോ, കഥ പറയുന്ന ഒരാൾക്കും പിന്നെ റംസിക്കും ഓരോ മാർക്ക് കിട്ടി. മാനുഷാദ എന്ന് പറഞ്ഞത് മിനിയും ശ്രീദേവി, പിന്നെ ആരാ പറഞ്ഞ ഒരാള്? റംസിയാണോ? നോക്കട്ടെ, ആർക്കാണ് ഞാൻ തരുന്നെന്ന് പറഞ്ഞേ? മാനുഷാദ എന്ന് പറഞ്ഞത് ലിഷ ശ്രീധർ. ഇത്രയും പേരാണ്. ലിഷ ശ്രീധർ ആണ് മാനുഷാദ ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് ശ്രീദേവി, പിന്നെ പറഞ്ഞത് മിനിയൻ കുറുപ്പ്. ഇത്രയും പേർക്കാണ് കൃതിയുടെ മാർക്ക് കിട്ടിയിരിക്കുന്നത്. വയലാർ എന്നുള്ളതിന് വേറെ ആർക്കൊക്കെയോ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഒത്തിരി പേര് ഇപ്പൊ സ്കോർ ബോർഡിൽ കയറിയിട്ടുണ്ട് കേട്ടോ. സമയം എത്രയായി? നമ്മുടെ തീരാറായോ? ഓക്കെ, ഇപ്പം സ്കോർ ബോർഡിലുള്ളവരുടെ പേര് ഞാൻ വായിക്കാം. സലീന, പവിത്ര, അജിത് രാജ്, ലിഷ, കൃഷ്ണൻ മുല്ലപ്പള്ളി, ഗായത്രി കാവിൽ, ശ്രീദേവി, സജിത KP, നൌഷാദ്, ലൂസി ജോസ്, ശാന്തകുമാരി, റംസി, ജസി ബാവൻ, കനകദുർഗ, കഥ പറയുന്നയാൾ എന്നല്ലേ, ബിനോ മാത്യു, മിനി എൻ കുറുപ്പ്. ഇത്രയും പേര് 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17 പേര് സ്കോർ ബോർഡിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, നൌഷാദിന് മാർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നൌഷാദ് എന്ത് ചെയ്യാ? നൌഷാദ്
നൗഷാദിന് മാർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തത് വീണ്ടും കുസൃതി ചോദ്യത്തിലേക്ക്. ഓക്കെ, ഇത് കുറച്ച് ചിന്തിച്ച് പറയേണ്ടി വരും, ശകലം ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, അതുകൊണ്ട് ചിന്തിച്ച് കൃത്യമായിട്ട് തന്നെ പറയുക. കോഴി മുട്ട തരും, പശു പാൽ തരും, ഇവ രണ്ടും ഒരുമിച്ച് തരുന്നതാര്? ഞാൻ രണ്ടും പറഞ്ഞിട്ടുണ്ട് രണ്ടായിട്ട്, ശ്രീദേവി നമ്പ്യാർ. പക്ഷേ ശ്രീദേവിക്ക് മുൻപ് മിനി കുറുപ്പും അല്ല ലിഷ ശ്രീധർ, ഓക്കെ ഓക്കെ നോക്കട്ടെ. ഓക്കെ, ശ്രീദേവിക്കാ മാർക്ക് വന്നത്. ശ്രീദേവിക്കാണ് കേട്ടോ മാർക്ക് തന്നിരിക്കുന്നത്. അതെ, ലിഷയ്ക്കും ഒരെണ്ണമുണ്ട്, ശ്രീദേവിക്കും ഉണ്ട് ഒരെണ്ണം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വന്നോ? ഓക്കെ ഓക്കെ, ആൻസേഴ്സ് വന്നു. കോഴി മുട്ട തരും, പശു പാൽ തരും, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് തരുന്നത് ആര്? അമ്മ എന്ന് കഥ പറയുന്ന ഒരാൾ പറയുന്നു. പക്ഷെ അമ്മ എല്ലാവർക്കും ആശംസകൾ. KRC റജി. ഓക്കെ, എന്റെ ഉത്തരം കടക്കാരൻ എന്നായിരുന്നു. കടക്കാരനാണ് കേട്ടോ. അപ്പൊ കടക്കാരൻ എന്ന ഉത്തരത്തിന് മാർക്ക് കൊടുക്കുന്നു ഷാഫി മോൻ, ബിന്ദു രാജേഷ് പറവൂർ. ഹായ് ബിന്ദു. അതെ, കുനിഷ്ഠ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം റെഡിയാണ് ബിന്ദുവിന്റെ കയ്യില്. ഷാഫി, ബിന്ദു രാജേഷ്. ഷാഫി 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 കയറിയായിരുന്നു ഇതിന്റെ അകത്ത്. ഇല്ല, ഷാഫി, ബിന്ദു രാജേഷ്, പിന്നെ ആരാ? പെൻഗുൻ എന്ന് പറയുന്ന കനകദുർഗ. പെൻഗുന് പാലും മുട്ടയുണ്ടോ? എനിക്കറിയില്ല കേട്ടോ. നമുക്ക് തരണം ഏതായാലും. പെൻഗുൻ നമുക്ക് തരുമല്ലോ, നമ്മുടെ കൂടെ ഇല്ലല്ലോ. നൗഷാദും കാട്ടുകാരൻ അല്ല, നൗഷാദെന്നും കടക്കാരൻ എന്ന് പറയുന്നു. അങ്ങനെ നൗഷാദ്, ഷാഫിമോൻ, ബിന്ദു രാജേഷ്, ഈ 3 പേർക്കാണ് ഈ ചോദ്യത്തിന്റെ മാർക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, കഥ പറയുന്ന ഒരാൾ അമ്മയെന്നാണ് പറഞ്ഞത്. കടക്കാരൻ എന്നുള്ളതാണ് ഉത്തരം കേട്ടോ. വയലാർ ആത്മാവിന്റെ നോവെന്ന് ജസി ബാവൻ പറയുന്നു. അല്ല കേട്ടോ, പ്ലാറ്റിപ്പസ്. എന്റെ ദൈവമേ, ഈ ബിനോ മാത്യു എവിടാ? പ്ലാറ്റിപ്പസിന്റെ കൂടെയാണല്ലേ? സോറി, ഞാൻ അവിടെ വന്നിട്ടില്ല. നിങ്ങളുടെ സ്ഥലത്ത് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്ലാറ്റിപ്പസിന് ഞാൻ മാർക്ക് തന്നേനെ. സൂപ്പർ മാർക്കറ്റ് എന്ന് മിനി മോഹൻ പറയുന്നു. ആരാണ് എന്നായിരുന്നു ചോദ്യം, പ്ലേസ് അല്ല കേട്ടോ. ഓക്കെ, ഒത്തിരി പേര് മാർക്ക് ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും വയലാറിൽ ആരോ ഉണ്ട്. അതെ അതെ അതെ, ആരോ തൂങ്ങിക്കിടപ്പുണ്ട് അവിടെ. അടുത്ത വീട്ടിലെ ചേച്ചി രണ്ടും അവിടെ നിന്ന് വാങ്ങാറ്. ഓക്കെ, റംസി. ഓക്കെ, കോൾഡ് സ്റ്റോറേജ് കടക്കാരൻ. ഓക്കെ, ശാന്തകുമാരി. ആദ്യം വയലാർ രാമവർമ്മ പറഞ്ഞത് ഞാനല്ലേ? ശാന്തകുമാരിക്ക് അല്ല കേട്ടോ, എന്റെ ഇതില് വന്നിരിക്കുന്ന ശാന്തകുമാരി അല്ല കേട്ടോ. ശാന്തകുമാരിക്ക് അല്ല മാർക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോ വന്നതേ ഉള്ള സിൽവി. ഹായ് ബിന്ദു, ഒത്തിരി നാളായി കണ്ടിട്ട്. എന്തൊട്ട് വിശേഷങ്ങൾ? നാടൻ പാലും നാടൻ മുട്ടയും വേണമെങ്കിൽ അടുത്ത വീട്ടിൽ പോകണമായിരിക്കും അല്ലേ? കടക്കാരൻ തരുമോ? തരും, അതൊക്കെ കിട്ടും. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ കിട്ടും. കുപ്പിക്കകത്ത് പാലും കിട്ടും, നാടൻ മുട്ടയും കിട്ടും. ഓക്കെ, അപ്പൊ ഞാനില്ല ഇത്തവണ. അജിത് രാജ് ഇത്തവണ ഇല്ല. ഓക്കെ, എന്റെ സ്കോർ ബോർഡിൽ അജിത്ത് അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നാടൻ വേണ്ടെന്ന് അജിത് രാജിന്. റംസി, അതാരാ എന്താണെന്നൊന്നും പറഞ്ഞു കൊടുക്കണ്ട. അജിത്തിന് അതൊന്നും പിടിക്കാതെ. അടുത്ത ക്വസ്റ്റ്യൻ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. സ്റ്റോർമൻ റോങ് ആണോ? അതാരാ കനകദുർഗ? എനിക്കറിയില്ല കേട്ടോ. സ്റ്റോർമാൻ. സ്റ്റോർമാൻ. ഓക്കെ, സ്റ്റോർമാൻ റോങ് അല്ല.
പക്ഷെ ആദ്യം പറഞ്ഞ കടക്കാരൻ ഉള്ള ഉത്തരം അതിനു മുമ്പ് കുറച്ചു പേര് പറഞ്ഞു, അതുകൊണ്ടാണ് കേട്ടോ. സ്റ്റോർമാൻ ഇസ് ഓക്കെ. ഞങ്ങളുടെ നാട്ടിലെ കടക്കാരൻ തരാറില്ല റംസി. എന്നാ പോട്ടെ, ഇതിന് മാർക്കും അതുകൊണ്ടില്ല കേട്ടോ. ഹായ് സൈഫുദ്ദീൻ. കഥ പറയുന്ന ഒരാൾ, ഇത് എനിക്ക് ആരാണ് എഴുതിയത്, ഏതാണ് കൃതിയെന്നും പറയണം കേട്ടോ. കഥ പറയുന്ന ഒരാൾ, ശ്രീദേവി അക്കിത്തം, ശ്രീദേവി ജെസി ബാവൻ അക്കിത്തം, 20-ാം നൂറ്റാണ്ട് അക്കിത്തം, ജെസി ബാവൻ ഓക്കെ. അക്കിത്തം, നിഷ ശ്രീധർ. എനിക്ക് ഇത് കൃതിയുടെ പേരാണ് ഇനി കിട്ടേണ്ടത്. സജിത ഉള്ളൂരല്ല, ചങ്ങമ്പുഴ അല്ല, അക്കിത്തമാണ്. മിനി മോഹനൻ. 20-ാം നൂറ്റാണ്ട്, ശ്രീദേവി 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. ഓക്കെ. ശ്രീദേവി ഒന്നുകൂടെ കിട്ടി. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം 3 പേര് പറഞ്ഞോ? 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം മിനി മോഹനൻ, 20-ാം നൂറ്റാണ്ടെന്നാണ് ജെസി ബാവൻ പറഞ്ഞത്. പക്ഷെ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്നുള്ളതാണ് ഞാൻ ജെസിക്കും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് പോയിന്റ്സ് അടിച്ചിരിക്കുന്നത് അക്കിത്തം എന്ന് പറഞ്ഞതിന് കഥ പറയുന്ന ഒരാൾക്കും ശ്രീദേവിക്കും ജെസി ബാവനും കിട്ടി. കൃതിക്ക് കിട്ടിയിരിക്കുന്നത് ജെസി ബാവനും ശ്രീദേവിക്കും മിനി മോഹനുമാണ് കേട്ടോ. അങ്ങനെ 6 പോയിന്റ് ഇതിൻ്റെതും പോയിട്ടുണ്ട്. അപ്പൊ സമയം ഒത്തിരിയായി, ഇനി 4 മിനിറ്റ് കൂടെ ഉള്ളൂ. എന്നാ അടുത്ത കുസൃതി ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? കുഞ്ഞുണ്ണി മാഷ് എന്ന് പറയുന്നു, ആരൊക്കെയോ പറയുന്നു. കുഞ്ഞുണ്ണി മാഷല്ലേ കേട്ടോ. അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞ 3 പേർക്കാണ്. അച്ചോ സോറി. എന്നാത്തിനാണോ സോറി? അജിത്ത് പറയുന്നുണ്ട്, ആരോടാണെന്നും അറിയത്തില്ല. കുഞ്ഞുണ്ണി മാഷല്ല, അക്കിത്തം പൊറുക്കട്ടെ, അത് തന്നെ. ഓക്കെ. ഷാജു അമ്പലക്കര, അക്കിത്തം 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന് പറയുന്നു. പക്ഷെ അത് ഒരല്പം താമസിച്ചു പോയി കേട്ടോ. അപ്പൊ അടുത്തത് ഒരു കുസൃതി ചോദ്യമാണ്. തലയുണ്ട്, മുടിയുണ്ട്, പേരിൽ പല്ലുണ്ട്, പക്ഷെ ജീവനില്ല. തലയുണ്ട്, മുടിയുണ്ട്, പേരിൽ പല്ലുമുണ്ട്, പക്ഷേ മുടിയില്ല, ജീവനില്ല. എന്താണ്? ഓക്കെ. എവിടെ ഉത്തരങ്ങൾ കാണുന്നില്ലല്ലോ. എല്ലാരും ഇതിഹാസത്തിൽ തൂങ്ങി നിൽക്കുകയാണ്. അടുത്ത ഉത്തരം വരട്ടെ. തലയുണ്ട്, മുടിയുണ്ട്, പേരിൽ പല്ലുമുണ്ട്, ആരാണ് ഞാൻ? ഉത്തരങ്ങൾ വരാൻ താമസിക്കുന്നല്ലോ. ലൈവ് വളരെ സ്ലോ ആണ്. അതെ, അതെന്തുകൊണ്ടാണോ? എനിക്ക് എൻ്റെ നെറ്റ് കുഴപ്പമില്ല, നെറ്റിന്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഷാഫി പറയുന്നു ലൈവ് വളരെ സ്ലോ ആണെന്ന്. വർഗീസ് ജോസഫ് ഈസ് വാച്ചിങ്. ഹായ് സാർ, ഉത്തരം പറഞ്ഞോളൂ. കേറിയതല്ലേ ഏതായാലും. തലയുണ്ട്, മുടിയുണ്ട്, പേരിൽ ഒരു പല്ലുമുണ്ട്, ഞാൻ ആരാണ്? ജീവനില്ല. പൊന്മുടി ഇല്ല, പേരിൽ പല്ലും വേണം. ഞാൻ ആദ്യം പറഞ്ഞ സൈഫുദ്ദീൻ 20-ാം നൂറ്റാണ്ട്. ഇല്ല സൈഫുദ്ദീൻ, എനിക്കത് ഇപ്പോഴാണല്ലോ കാണുന്നത്. സൈഫുദ്ദീൻ ഹലോ പറഞ്ഞത് ഞാൻ കണ്ടു. 20-ാം നൂറ്റാണ്ട് ഒത്തിരി താമസിച്ചാകട്ടോ അത് വന്നിരിക്കുന്നത്. ഒത്തിരി പേരുടെ ആൻസർ കഴിഞ്ഞാണ് സൈഫുദ്ദീൻ എനിക്ക് ആ ആൻസർ വന്നിരിക്കുന്നത് കേട്ടോ. ലിഷ ശ്രീധർ പാവ അല്ല, പേരിൽ പല്ലുമുണ്ട്. നെറ്റ് ഒട്ടും സ്പീഡില്ല, അതാണ് ഷാജു. പേരിൽ പല്ലുമുണ്ട് കേട്ടോ. തലയുണ്ട്, മുടിയുണ്ട്, പേരിൽ പല്ലുമുണ്ട്. ആർക്കും അതിന്റെ ആൻസർ കിട്ടുന്നില്ലേ? തലയുണ്ടോ, മുടിയുണ്ട്, കോക്ക നെറ്റ്. അതിന്റെ അകത്ത് ഇല്ല, കോക്കനട്ടിന്റെ അകത്ത് എവിടെയാ പല്ല്? തലയുണ്ട്, മുടിയുണ്ട്, പേരിൽ പല്ലുമുണ്ട്, ആർക്കും കിട്ടുന്നില്ല.
ഉത്തരമുള്ള ചോദ്യമാണ് കേട്ടോ. ആർക്കും കിട്ടുന്നില്ല. അവസാനം ക്വിസ് മാസ്റ്റർ തന്നെ പറയേണ്ടി വരുമോ? 1 മണിയാകുന്നു. ഉത്തരങ്ങൾ ഓരോരുത്തർ പറയുന്നുണ്ട്. ക്ലൂ വേറെയോ? ഈ മുടി ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കും. ഓക്കെ 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 അങ്ങനെ ഇതിന്റെ ആൻസർ വന്നിരിക്കുന്നു. ഓക്കെ, ഉത്തരം ടൂത്ത് ബ്രഷ് ആണ്. കുറെ പേര് ഇപ്പം പറയുന്നുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞ സലീനയാണ്. സലീനയ്ക്കൊരു നല്ല കയ്യടി. അതിനുശേഷം പറഞ്ഞത് മിനി മോഹനൻ. അതിനുശേഷമാണ് നമ്മുടെ ശ്രീദേവി, അജിത് രാജ്, സജിത, കനകദുർഗ കേൾക്കുന്നില്ല. ഓക്കെ ഓക്കെ കേൾക്കുന്നില്ല എന്നാ കനകദുർഗയ്ക്ക് മനസ്സിലായി. ബ്രഷ്. ഓക്കെ, ഒത്തിരി പേര്. പന അല്ല, പേരിൽ പല്ല് വേണം. ടൂത്ത് ബ്രഷ്. ഓക്കെ, ഡെന്റിസ്റ്റ്. തലയുണ്ട്, മുടിയുണ്ട്, പേരിൽ പല്ലുണ്ട്. ശരിയാ കേട്ടോ. സോറി, പക്ഷെ എന്റെ ചോദ്യം എന്താണ് എന്നായിരുന്നു, ആരാണ് എന്ന് ഞാൻ ചോദിച്ചില്ല. അങ്ങനെ ബിനോ അവിടെ കുരുങ്ങി. സോറി, മൈ ക്വസ്റ്റ്യൻ വാസ് വാട്ട് ഈസ് ഇറ്റ്, ഹൂ ഈസ് ഇറ്റ് എന്നല്ലായിരുന്നു. ടൂത്ത് ബ്രഷിന് മുടിയോ? നോട്ട് ഹൈജീനിക്. മുടിയുള്ള ടൂത്ത് ബ്രഷ് വെച്ചാണ് ഞാനൊക്കെ പല്ല് തേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. അതിന്റെ സ്കോർ നേടിയിരിക്കുന്ന മിനി മോഹനും ശ്രീദേവിയും സലീന സൈഫുമാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ വേണോ അതോ നമ്മൾ ഇവിടെ നിർത്തുന്നോ? അതോ ഒരു ചോദ്യം കൂടെ ചോദിക്കണോ? ചോദിക്കണോ ഒന്നുകൂടെ? ഓക്കെ, ഒറ്റ ചോദ്യം കൂടെ ചോദിക്കാം കേട്ടോ. ഓക്കെ, സൈഫുദ്ദീൻ ബ്രഷ്. എനിക്കിപ്പോഴാണ് സൈഫുദ്ദീന്റെ ആൻസർ വന്നത് കേട്ടോ. അപ്പൊ അടുത്ത ഒരു ചോദ്യത്തോടെ നമ്മൾ ഇത് തീർക്കുകയാണ്. ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ചു ജീവിതത്തോട് ഞാൻ വാങ്ങിടും. ജീവിതം നൽകാൻ, അല്ലെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു, വേറെ തരാമേ, അത് വേണ്ട. അടുത്തത്, വേദന ലഹരി പിടിക്കും വേദന ഞാനതിൽ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളി മൃദുരവമൊഴുകട്ടെ. ആരുടെ വരികൾ? ഏത് കൃതി? നിങ്ങൾ ഹൈജീൻ നോക്കിയത്. ഈ കളിക്ക് ഞാനില്ല. അതെന്താ ബിനോ? അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു. ഞാൻ ബിനോയുടെ പേര് എഴുതി വെച്ചിരിക്കുക. ഒരു മാർക്ക് തന്നിട്ടുണ്ട്, ഒന്നുകൂടെ തരാൻ എനിക്ക് കൊതിയാകുന്നു. ബിനോ വേഗം പറഞ്ഞു. ഓക്കെ, വേദന ലഹരി പിടിക്കും വേദന ഞാനതിൽ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളി മൃദുരവമൊഴുകട്ടെ. ഓക്കെ, കൃതിയുടെ പേരും വേണം കേട്ടോ. ആള് മാത്രം പോരാ. ഓക്കെ, ചങ്ങമ്പുഴ കറക്റ്റ് ആണ്. പക്ഷെ ഇതുവരെ ഇത് വന്നില്ല. ഓക്കെ, ഒരാളും കൂടെ ഇത് പറയണം. ഏതാ കൃതി പറയണം? മണിനാഥമല്ല, ചങ്ങമ്പുഴ കറക്റ്റാണ്. മുരുകൻ കാട്ടാക്കടയല്ല. പറഞ്ഞോളൂ. ഒരാളൂടെ ഇതിന്റെ അകത്ത് റൈറ്റ് ആൻസർ പറഞ്ഞവരുണ്ട്. ഓക്കെ, ലിഷ ശ്രീധർ. ഓക്കെ, ആൻസേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പതിയെ വൈൻഡപ്പ് ചെയ്താലോ? ചങ്ങമ്പുഴ ഷുവർ. ചങ്ങമ്പുഴ ഷുവറാണ്. പക്ഷേ സൈഫുദ്ദീൻ ചങ്ങമ്പുഴ എന്ന് പറയുന്നു. കാവ്യനർത്തകിയല്ല, മനസ്വിനിയാണ്. ചങ്ങമ്പുഴയുടെ മനസ്വിനിയാണ്. അത് ആരൊക്കെയോ പറഞ്ഞു. ലിഷ പറഞ്ഞു മനസ്വിനിന്ന്, ശ്രീദേവി പറഞ്ഞു, പിന്നെ രണ്ടും കൂടെ പറഞ്ഞ മിനി മോഹനാണ്. ഇതിന്റെ ഇടയ്ക്ക് വേറെ ഒരാളും കൂടെ പറഞ്ഞു മനസ്വിനി. അതാരാ നോക്കട്ടെ. ചങ്ങമ്പുഴ പറഞ്ഞു. ലിഷ ശ്രീധരന് 1 മാർക്ക്, ശ്രീദേവിക്ക് 2 മാർക്ക്, മിനി മോഹന് 2 മാർക്ക്.
അജിത് രാജിന് 1 മാർക്ക്. ഇത്രയും പേർക്കാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പൊ ഫൈനൽ സ്കോർ ബോർഡില് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 പേര് സ്കോർ ബോർഡിൽ കയറി പറ്റിയിരുന്നു. ഒരു വലിയ കയ്യടി നിങ്ങൾക്ക് എല്ലാവർക്കും. ഇനി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിരിക്കുന്ന ആരാണെന്ന് നോക്കട്ടെ. സലീനയ്ക്ക് 6 പോയിന്റ്, പവിത്രയ്ക്ക് 1 2 3 പോയിന്റ്, അജിത് രാജിന് 4 8 12 14 പോയിന്റ്, ലിഷയ്ക്ക് 3 പോയിന്റ്, കൃഷ്ണൻ മുല്ലപ്പള്ളിക്ക് 2 പോയിന്റ്, ഗായത്രി കാവിൽ 2 പോയിന്റ്, ശ്രീദേവി 5 5 5 10 പോയിന്റ്, സജിത 3, നൌഷാദ് 4, ലൂസി ജോസ് 1, ശാന്തകുമാരി 3, റംസി 4, ജസി ബാവൻ 4, കനകദുർഗ 2, കഥ പറയുന്നയാൾ 1, ബിനോ മാത്യു 1, മിനി എൻ കുറുപ്പ് ആണെന്ന് തോന്നുന്നു 1, ഷാഫി 1, ബിന്ദു രാജേഷ് 1, മിനി മോഹനൻ 4. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു താങ്കൾ കാണുന്നില്ല, ലേറ്റ്. അതെ സൈഫുദ്ദീൻ, എനിക്ക് കുറച്ച് പേര് പറഞ്ഞു കഴിഞ്ഞാണ് സൈഫുദ്ദീന്റെ പേര് കാണുന്നത് കേട്ടോ. ഈ കളിക്ക് ഞാൻ ഇല്ല എന്നൊക്കെ ബിനോ മാത്യു പറയുന്നു. ഓക്കെ, നമുക്കിനി അടുത്ത ദിവസം കളിക്കാം. അപ്പൊ ഇന്നത്തെ വിജയിയെ ഇതാ ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നു. അജിത് രാജ് 14 പോയിന്റുകളോടെ വീണ്ടും ട്രോഫി അടിച്ചെടുത്തിരിക്കുകയാണ്. എല്ലാവരും ഒരു വലിയ കൈയടി കൊടുത്തേരെ. ഓക്കെ, അപ്പം അജിത് രാജ് 1ാം സ്ഥാനവും 2ാം സ്ഥാനം 10 പോയിന്റുമായി ശ്രീദേവി നമ്പ്യാരും അടിച്ചെടുത്തിരിക്കുന്നു. 3ാം സ്ഥാനം നമ്മുടെ സലീന സൈഫിനാണ്. സലീന സൈഫ് എന്നല്ലേ പേര്. സലീനയ്ക്ക് 6 പോയിന്റോടെ സലീന 3ാം സ്ഥാനം അടിച്ചിരിക്കുന്നു. അപ്പം വിജയികൾക്ക് എല്ലാവർക്കും ആശംസകൾ, അഭിനന്ദനങ്ങൾ. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നല്ലൊരു ലൈവ് ആയിരുന്നു. അജിത് അണ്ണൻ കി ജയ്, ശ്രീദേവി. ഓക്കെ, അപ്പം പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അടുത്ത ലൈവ് നമുക്ക് അടുത്ത ഞായറാഴ്ചയാണ്. ആൻസർ ഞാൻ നേരത്തെ പറഞ്ഞു, താങ്കൾ വൈകിയാണ് കണ്ടത് സൈഫുദ്ദീൻ. അതെ സൈഫുദ്ദീൻ, എനിക്ക് എന്റെ ഫോണിൽ വരുന്ന ഓർഡർ അനുസരിച്ചല്ലേ എനിക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാ സഹവിജയികൾക്കും പങ്കെടുത്തവർക്കും ആശംസകൾ. എത്ര മണിക്ക് ഏതെല്ലാം ദിവസമാണ് ഈ പ്രോഗ്രാം? ശാന്തകുമാരി, ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും 12 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്ക് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ഇനി അടുത്ത ഞായറാഴ്ച 12 മണിക്ക് കാണാം. അപ്പൊ എല്ലാവർക്കും ആശംസകൾ. സിൽവി ചേച്ചി എഫേർട്ടിന് ഒരു വലിയ കൈയടി. താങ്ക് യു അജിത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. സൈഫുദ്ദീൻ, നമുക്ക് അടുത്ത തവണ ഞാനല്ല വേറൊരാളാണ് ലൈവ് നയിക്കുന്നത്. അപ്പം ഒരുപക്ഷെ അതില് സൈഫുദ്ദീൻ്റെത് കറക്റ്റ് സമയത്തിന് വരുമായിരിക്കും. അപ്പം ഞായറാഴ്ച വീണ്ടും കയറണം കേട്ടോ. അപ്പം പോയിന്റ് അടിക്കാൻ സാധ്യതയുണ്ടേ. ഞാൻ വൈകി, പാവയ്ക്ക കുക്കിംഗ് ആയിരുന്നു, വേറൊന്നും കുക്ക് ചെയ്യാൻ കണ്ടില്ല. ഞാനിവിടെ ഇറച്ചി മീനും ഒക്കെ കറി വെച്ചിരിക്കുക. എനിക്ക് പാവയ്ക്ക കേക്കുവേ വേണ്ട. ഓക്കെ, ശ്രീദേവിക്ക് 2ാം സ്ഥാനമായി. കരയുന്നു, സാരമില്ല. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. വീണ്ടും മറുപടിയും സന്ധിക്കും വരെ വണക്കം. ബൈ.